നായകൻ പുത്തൻവീടൻ ഉസ്മാനും ടീമും ഉണർന്ന് പ്രവർത്തിച്ചു. ഏറെ വർഷങ്ങൾക്ക് ശേഷം പൊന്നഞ്ചിറക്കുളം മണവാട്ടിയാകുന്നു. കാലവർഷം കനക്കും മുമ്പേ പൊന്നഞ്ചിറ വൃത്തിയാക്കാൻ കേന്ദ്ര സർക്കാർ ഫണ്ട് എളയൂരിലേക്കെത്തിച്ച് കാവനൂർ പഞ്ചായത്ത് ഭരണസമിതി. നവീകരണ പ്രവൃത്തികൾക്ക് മേൽനോട്ടം വഹിച്ച് പഞ്ചായത്ത് അംഗം PC ഷാഹിൻ. നമസ്കാരം. ഏറനാടൻ നാട്ടുവാർത്തയുടെ NTVയിലേക്ക് സ്വാഗതം. പൊന്നഞ്ചിറക്കുളം മണവാട്ടിയാകുന്നു. കാലവർഷം കനക്കും മുമ്പേ പൊന്നഞ്ചിറ വൃത്തിയാക്കാൻ കേന്ദ്ര സർക്കാർ ഫണ്ട് എളയൂരിലേക്കെത്തിച്ച് കാവനൂർ പഞ്ചായത്ത് ഭരണസമിതി. നവീകരണ പ്രവൃത്തികൾക്ക് മേൽനോട്ടം വഹിച്ച് പഞ്ചായത്ത് അംഗം PC ഷാഹിനാമിനി. 14 ലക്ഷത്തിന്റെ ഫണ്ടിൽ അടിമുടി മാറാനൊരുങ്ങി എളയൂരിലെ പൊന്നഞ്ചിറക്കുളം നവീകരണ ജോലികൾ പുരോഗമിക്കുന്നു. കുളത്തിലെ ചളി വാരാതെ പണി മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കില്ലെന്ന് നാട്ടുകാരിലെ ഒരു വിഭാഗം. കുളം നവീകരണ പ്രവൃത്തിയിൽ സജീവമായി പങ്കെടുത്ത് തൊഴിലുറപ്പ് തൊഴിലാളികൾ. ഏറനാടൻ നാട്ടുവാർത്ത ഇനി പട്ടണമേ. കേന്ദ്ര സർക്കാർ ഫണ്ട് കാവനൂർ പഞ്ചായത്തിലേക്ക് എത്തിച്ച് ബിഗ് ബജറ്റിൽ പൊന്നഞ്ചിറക്കുളം നവീകരണ പദ്ധതി പുരോഗമിക്കുന്നു. കേന്ദ്ര സർക്കാർ സംരംഭമായ അമൃത് സരോവർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 14 ലക്ഷം രൂപ എസ്റ്റിമേറ്റിൽ പഞ്ചായത്തിലെ തന്നെ ഏറ്റവും വലിയ കുളമായ പൊന്നഞ്ചിറക്കുളം നവീകരിക്കുന്നു. കുളം നന്നാക്കൽ പ്രവൃത്തി കഴിഞ്ഞ ദിവസം രാത്രി ആരംഭിച്ചു. പൊന്നഞ്ചിറക്കുളം നവീകരണ പദ്ധതി ഉത്സവാന്തരീക്ഷത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV ഉസ്മാൻ നിർവഹിച്ചു. കാവനൂർ പഞ്ചായത്തിലെ ഏറ്റവും വലിയ കുളമായ എളയൂർ പൊന്നഞ്ചിറക്കുളം ആസാദി കാ അമൃത് മഹോത്സവ് അമൃത് സരോവർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ 14 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നവീകരിക്കുന്നത്. കുളത്തിന് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുകയും ചുറ്റും കൈവരികൾ സ്ഥാപിക്കുകയും ഇന്റർലോക്ക് കട്ടകൾ പാകി മനോഹരമാക്കുകയും കുളത്തിലെ ചെളിയും പായലും നീക്കം ചെയ്യുകയും കുളത്തിനോട് ചേർന്ന പ്രദേശം ഇരിക്കാനും വിശ്രമിക്കാനുമുള്ള സൗകര്യം ഒരുക്കുകയും ചെയ്യുന്നതാണ് നവീകരണം. ഞങ്ങൾക്ക് ഈ കുളം നന്നാക്കിയതിന് ഞങ്ങൾക്ക് സന്തോഷമാണ്. ഞങ്ങൾക്ക് കുറെ ദിവസമായി പായൽ അറിഞ്ഞോണ്ട് നീന്താനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് ഇത് നന്നാക്കി ഞങ്ങൾക്ക് നീന്താം. അത് ഞങ്ങൾക്ക് ആകുമ്പോൾ സന്തോഷമാണ്. ഞങ്ങള് വലിയൊരു ആഗ്രഹമായിരുന്നു. ഈ പായലൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് നീന്താനൊന്നും പറ്റിയില്ല. അപ്പൊ ഈ കുളം നന്നാക്കാറപ്പോ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇനി ഈ കുളം ഉഷാറായിട്ട് എന്ന് നമുക്ക് പറയാം. കുളത്തെ പായലൊക്കെ എല്ലാം എടുക്കും. കുളം പുതിയതാക്കാണ്. ഭയങ്കര സന്തോഷം. അതേസമയം മോട്ടോറിൽ കൂടി പുറം തള്ളുന്ന ചളിയല്ലാതെ കുളത്തിലെ മുഴുവൻ ചളിയും മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പൂർണ്ണമായും എടുത്തു കളയണമെന്ന് നാട്ടുകാർ പറയുന്നു. അല്ലാത്ത പക്ഷം ഇതൊരു പൊളിറ്റിക്കൽ ഗിമ്മിക്കായും അവസാനിക്കുമെന്ന് അവർ പറയുന്നു. മഴ പെയ്ത് കുളത്തിൽ വെള്ളം നിറയുന്നതോടെ പായലും ചെളിയും വീണ്ടും പഴയപടി ആകുമെന്നും നാട്ടുകാർ പറയുന്നു. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ചളി നീക്കുന്ന പണി എസ്റ്റിമേറ്റിൽ ഇല്ലാത്തതാണെന്നും പൊന്നഞ്ചിറയുടെ ബ്യൂട്ടിഫിക്കേഷൻ മാത്രമാണ് തങ്ങൾ എടുത്ത കരാർ എന്നുമാണ് കരാറെടുത്ത ആളുകൾ പറയുന്നത്. അതിനാൽ തന്നെ ചളി മാറ്റുന്ന കാര്യത്തിൽ ഇനിയും തീരുമാനമായില്ല. ചളി മാറ്റുക മാത്രമല്ല, കുളത്തിനടിയിൽ ചെങ്കല്ല് പാകി കുളം സമ്പൂർണ്ണമായി നവീകരിക്കണമെന്ന് ആവശ്യവും
ഏതായാലും പ്രദേശത്തുകാരുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് പൊന്നഞ്ചിറ നവീകരിക്കുന്നതോടെ നിറവേറാൻ പോകുന്നത്. പ്രദേശത്തുകാരുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് പൊന്നഞ്ചിറ നവീകരിക്കുന്നതോടെ നിറവേറാൻ പോകുന്നത്. കൂടുതൽ തെളിഞ്ഞ വെള്ളത്തിൽ നീന്തി തുടിക്കുന്ന നല്ല കാലത്തെക്കുറിച്ചുള്ള സ്വപ്നത്തിലാണ് എളയൂർ പ്രദേശവാസികൾ. പ്രവൃത്തി ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV ഉസ്മാൻ കഴിഞ്ഞ ദിവസം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഷെഹർബാൻ ഷെരീഫ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സൈഫുദ്ദീൻ, സ്ഥലം വാർഡ് മെമ്പർ ഷാഹിന, മെമ്പർ ഫൗസിയ പനോളി, അരീക്കോട് ബ്ലോക്ക് ജോയിന്റ് BDO ബിനോയ്, NREGS എഞ്ചിനീയർ ഹാരിസ്, ഓവർസിയർമാരായ ശരണ്യ, നിഹ്മത്തുള്ള, തൊഴിലുറപ്പ് തൊഴിലാളികൾ, നാട്ടുകാർ പങ്കെടുത്തു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ കുളം നവീകരണത്തിന് ചുക്കാൻ പിടിക്കും. കേന്ദ്ര സർക്കാർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൊന്നഞ്ചിറ കുളം കൂടുതൽ ഭംഗിയാവുമ്പോൾ അതിന്റെ പ്രയോജനം ഒരു പ്രദേശത്തിന് മൊത്തമായിട്ടാവും ലഭിക്കുക. പ്രാദേശിക, ജില്ലാ, സംസ്ഥാന നീന്തൽ മത്സരങ്ങൾ ഇനി കൂടുതലായി പൊന്നഞ്ചിറ കുളത്തിലേക്ക് വരുമെന്നും മുമ്പ് പലതവണ കുളത്തിന്റെ ശോചനീയാവസ്ഥ ഏറനാടൻ നാട്ടുവാർത്ത പൊതുജനങ്ങളിലേക്ക് എത്തിച്ചിരുന്നുവെന്നും അതിന്റെ ഇമ്പാക്ട് കൂടിയാണ് ഇപ്പോഴത്തെ നടപടിയെന്നും നാട്ടുകാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ ഏറനാടൻ നാട്ടുവാർത്തയോട് പറഞ്ഞു. പ്രദേശത്തുകാർക്ക് നീന്തി തുടിക്കാനും കൃഷി ആവശ്യങ്ങൾക്കും പൊന്നഞ്ചിറക്കുളം ഏറെ ഉപകാരപ്പെടുമെന്നും അവർ കൂട്ടിച്ചേർത്തു. നിലവിൽ ഇരുവേറ്റിയിലെ കുളത്തിനും എളയൂരിലെ പൊന്നഞ്ചിറക്കുളത്തിനും മാത്രമാണ് നവീകരണാനുമതി ലഭിച്ചത്. കഴിഞ്ഞ ദിവസം ആരംഭിച്ച കുളം വറ്റിക്കലും നവീകരണ പരിപാടികൾ ആരംഭിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ NTV മലപ്പുറം.